നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. സീലൈനിൽ പരിസ്ഥിതി ബോധവൽക്കരണ ക്യാമ്പിന് തുടക്കമായി. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് പരിസ്ഥിതി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് അൽ എന്ന ഡെസേർട്ട് ക്യാമ്പ് തുടങ്ങിയത്. സിവിൽ ഡിഫൻസ്, ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി, ഖത്തർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണിത്. ക്യാമ്പിൽ ഫെബ്രുവരി 3 വരെ സന്ദർശനം നടത്താം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുയോജ്യമായ തരത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ ശൈത്യകാല ക്യാമ്പുകളിൽ പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ, സുരക്ഷ ഉറപ്പാക്കേണ്ടതെങ്ങനെ എന്നിവയ്ക്ക് പുറമെ പ്രകൃതി വിഭവങ്ങളെയും സമുദ്രതീരങ്ങളെയും സംരക്ഷിക്കുന്നത് സംബന്ധിച്ചും മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും സന്ദർശകരെ ബോധവൽക്കരിക്കും. കേളി കലാ സാംസ്കാരിക വേദി 2024 കലണ്ടർ കൊബ്ലാൻ മാർക്കറ്റിംഗ് മാനേജർ സിദ്ദിഖ് പ്രകാശനം ചെയ്തു. കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കേളി രക്ഷാധികാരി കൺവീനർ KPM സാദിഖ്, കേളി ട്രഷറർ ജോസഫ് ഷാജി, അസാഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് കമ്പനി MD പ്രസാദ് വഞ്ചിപ്പുര, മാർക്കറ്റിംഗ് മാനേജർ ചന്ദ്രൻ തെരുവത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കേളി രക്ഷാധികാരി കമ്മിറ്റി അംഗങ്ങളോടൊപ്പം കുടുംബവേദി അംഗങ്ങളും കേളി അംഗങ്ങളും സന്നിഹിതരായ യോഗത്തിന് കലണ്ടർ 2024 ചുമതലക്കാരൻ കേളി കേന്ദ്ര കമ്മിറ്റി അംഗം പ്രതാപ് ആറ്റിങ്ങൽ നന്ദി രേഖപ്പെടുത്തി. മുക്കം ഏരിയ സർവീസ് സൊസൈറ്റി മാസ് റിയാദ് ശിശിരോത്സവം 2023 കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചേർത്ത് പിടിക്കാം, ചേർന്ന് നിൽക്കാം എന്ന ബാനറിൽ റിയാദ് അൽഹെയർ ഫാം റിസോർട്ടിൽ അരങ്ങേറിയ സംഗമത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വൈകിട്ട് നടന്ന മാസ് കുടുംബസംഗമം പ്രോഗ്രാം കൺവീനർ യദി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഷറഫ് മേച്ചേരി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.